നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രമുഖ നഗരങ്ങളിൽ ഹൈന്ദവ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട കൊച്ചു പെൺകുട്ടികളെ വീഴ്ത്തുവാനുള്ള പ്രണയക്കെണികളും അതിന് അനുബന്ധമായി അവരുടെ ജീവിതത്തെ മുച്ചൂടും മുടിപ്പിക്കുവാനുള്ള മയക്കുമരുന്ന് കെണികളും ക്രൂരമായ ലൈംഗിക ചൂഷണങ്ങളും തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് വഴിവെക്കുന്ന നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകൾ മുൻപ് ചുരുക്കം ചില മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയതാണ്. ആയതിന്റെ വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പിന്നീട് പുറത്തു വരികയും ചെയ്തതാണ്. എന്നാൽ കേരളം ഭരിക്കുന്ന പാർട്ടിയോ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയോ അത് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറായിരുന്നില്ല. മറിച്ച് ചില സ്ഥാപിത താല്പര്യങ്ങളുടെയും വോട്ട് ബാങ്കുകൾ സംരക്ഷിക്കാനുള്ള താല്പര്യത്തിന്റെയും പിൻബലത്തിൽ അതെല്ലാം ഒരു മതവിഭാഗത്തിന് നേരെ വിരൽ ചൂണ്ടപ്പെടുമെന്ന കാര്യം ഉയർത്തിപ്പിടിച്ച് അവഗണിക്കുകയാണ് ചെയ്തത്. തങ്ങൾ പ്രണയക്കെണികൾക്ക് ഇരകളായെന്ന് അനുഭവസ്ഥരായ പെൺകുട്ടികൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ട് പോലും അത് അംഗീകരിക്കാതെയാണ് ഇവരതിനെ തമസ്കരിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രണയക്കെണികളിലൂടെ വശീകരിച്ചെടുത്ത പെൺകുട്ടികളെ മാരകമായ ലഹരി പദാർത്ഥങ്ങൾ കൊടുത്ത് മയക്കി അവരുടെ ശരീരങ്ങളെ പച്ചയ്ക്ക് കൊത്തിപ്പറിച്ച് കൊടും ക്രൂരകൃത്യത്തിന് എറണാകുളത്തുള്ള അനാശാസ്യ കേന്ദ്രങ്ങളും അതിന്റെ നടത്തിപ്പുകാരായ ചിലരും പോലീസിന്റെ വലയിൽ അകപ്പെട്ടപ്പോൾ ചിലർക്കൊക്കെ ഇതിന്റെ ഉള്ളുകളികളെ കുറിച്ച് ബോധ്യം വന്നിരിക്കുകയാണ്. എറണാകുളത്ത് ഇടപ്പള്ളിയിലും എറണാകുളം സൗത്തിലുമായി 2 അനാശാസ്യ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ അനാശാസ്യ കേന്ദ്ര നടത്തിപ്പുകാരനും മുഖ്യ സൂത്രധാരനുമായ അക്ബർ അലി എന്ന പെൺവേട്ടക്കാരനെയും അയാളുടെ കയ്യാളെയും അയാൾ വിരിച്ച വലയിൽ കുരുങ്ങി അനാശാസ്യ കേന്ദ്രത്തിൽ എത്തപ്പെട്ട ഉത്തരേന്ത്യക്കാരായ 6 പെൺകുട്ടികളെയുമാണ് കഴിഞ്ഞ ദിവസം എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. അലി അക്ബർ ഷാ എന്ന ഈ റോമിയോയുടെ പ്രണയക്കുരുക്കിൽപ്പെട്ട് ഈ അനാശാസ്യ കേന്ദ്രത്തിൽ എത്തപ്പെട്ടവരിൽ ഭൂരിപക്ഷവും അഭ്യസ്തവിദ്യരും പ്രൊഫഷണലുകളുമായ പെൺകുട്ടികളായിരുന്നുവെന്നത് അങ്ങേയറ്റം നടുക്കമുളവാക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അത്രമേൽ സ്ട്രാറ്റജിക്കലായ പ്രണയക്കെണികളാണ് ഇത്തരക്കാർ ഒരുക്കി കാത്തിരിക്കുന്നത്. അന്യസംസ്ഥാന പെൺകുട്ടികളെ രംഗത്ത് കൊണ്ടുവന്നാണ് ഇത്തരം അനാശാസ്യ കേന്ദ്രങ്ങൾക്ക് അടിത്തറ ഉണ്ടാക്കുന്നത്. ശേഷം നഗരത്തിലെ ചില വിദ്യാർത്ഥിനികളും IT പ്രൊഫഷണലുകളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ പോലും ഇയാളുടെ കാപട്യത്തിന് ഇരകളായി ഈ കുൽസിത കേന്ദ്രത്തിൽ എത്തിച്ചു എന്നറിയുമ്പോൾ ആരായാലും അമ്പരപ്പോടെ തലയിൽ കൈവച്ച് ഇരുന്നു പോകും. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന 100-ലധികം അനാശാസ്യ കേന്ദ്രങ്ങൾ എറണാകുളത്ത് ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. വെളുത്ത മുഖമുള്ള ഇത്തരം പെൺവേട്ടക്കാർ മോഡേൺ രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് അത്യാധുനിക ആഡംബര കാറുകളിൽ സ്കൂളിലേക്കും കോളേജുകളിലേക്കും മാളുകളിലേക്കും IT സ്ഥാപനങ്ങളിലേക്കും എത്തി അവിടെയുള്ള പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും പ്രണയാഭ്യർത്ഥന നടത്തുകയും അസുലഭമായ ഒരു സൗഹൃദമോ പ്രണയമോ ഒക്കെ തരപ്പെട്ടു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രണയത്തിൽ പെട്ടുപോകുന്ന പെൺകുട്ടികൾക്ക് ജ്യൂസിൽ കലർത്തി മാരകമായ ലഹരി നൽകുകയും വികാരങ്ങൾ ഉണർത്തുന്ന അത്തരം ഉത്തേജക മരുന്നുകളുടെ പിൻബലത്തിൽ ഇത്തരം അനാശാസ്യ കേന്ദ്രത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് പിച്ചി ചീന്തുകയും ചെയ്യുകയാണ് പതിവ്. ഒരിക്കൽ ഇവിടെ അകപ്പെട്ടു പോയാൽ ഊരിപ്പോരാൻ ആകാത്ത വിധത്തിൽ ഇവർ കുടുങ്ങിപ്പോവുകയും ചെയ്യുമെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ആകെ പെട്ടുപോയി ലഹരിക്ക് അടിമകളായി തീരുന്ന ഇത്തരം പെൺകുട്ടികളിൽ നിന്നും കനത്ത തുകയും ഇയാൾ തട്ടിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതേ പാറ്റേണിൽ തന്നെയാണ് അക്ബർ അലിയും അയാളുടെ അനാശാസ്യ അജണ്ടകൾ പ്രാവർത്തികമാക്കിയത്. ഏതായാലും നിയമക്കുരുക്കിൽ പെട്ടിരിക്കുന്ന ഇയാൾക്കെതിരെ കൂടുതൽ അന്വേഷണത്തിന് ശേഷം പോക്സോ കേസ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മയക്കുമരുന്നിന്റെയും പെൺവാണിഭത്തിന്റെയും പൈശാചിക കൃത്യങ്ങളുടെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി കേരളത്തിലെ മെട്രോ നഗരമായ എറണാകുളം മാറിയിട്ട് നാളുകൾ ഒരുപാടായിട്ടുണ്ട്. അക്ബർ അലിയുടെ അതേ മാതൃകയിൽ ഇവിടെ 100-ലധികം അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സ്പാ അടക്കമുള്ള പഞ്ചകർമ്മ കേന്ദ്രങ്ങളുടെ മറവിലാണ് ഇത്തരത്തിലുള്ള ഹീനമായ സമ്പ്രദായങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒട്ടുമിക്ക സ്പാ സെന്ററുകളും നടത്തുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഇത്തരത്തിൽ പ്രണയത്തിന്റെ തന്ത്രങ്ങളിൽ കുരുക്കി ഇതിനകത്ത് എത്തിച്ച് ആദ്യം അവരുടെ മനസ്സും പിന്നീട് അവരുടെ ശരീരവും നശിപ്പിക്കുന്ന പതിവ് ശക്തമായി തുടരുകയാണ്. ദിവസേന പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സ്പാ കേന്ദ്രങ്ങളിൽ ലൈംഗിക സേവനത്തിനായി നിൽക്കുന്നത് 13 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളാണ് എന്നുള്ള കാര്യം ആരെയും അമ്പരപ്പിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് പഠനത്തിനും ജോലിക്കുമായി എറണാകുളത്തെത്തുന്ന പെൺകുട്ടികൾ പോയി വരുന്ന വഴിത്താരകളിൽ കഴുകൻ കണ്ണുകളുമായി കാത്തു നിൽക്കുന്ന ഇത്തരം പെൺവേട്ടക്കാർ വീഴ്ത്തി നശിപ്പിച്ച ഒട്ടനേകം പെൺകുട്ടികൾ തങ്ങളുടെ അനുഭവങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ജീവിക്കാനുള്ള വഴി തേടി വന്ന ഇവരിൽ പലരും ഈ ചെന്നായ്ക്കളുടെ വലയിൽ പെട്ടുപോവുകയായിരുന്നു.
യാഥാർത്ഥ്യമറിയാതെ ഇത്തരക്കാരുടെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിയവരിൽ ചില പെൺകുട്ടികളുടെ ഫോൺ നിർബന്ധിച്ച് പിടിച്ച് വാങ്ങിവെച്ചും വീട്ടിൽ വിടാതെയും കുട്ടികളെ മാസങ്ങളോളം തടഞ്ഞുവെച്ചും അതിക്രൂരമായ വിധത്തിൽ അവരെ ട്രാപ്പ് ചെയ്താണ് ഇത്തരക്കാർ തങ്ങളുടെ ഇംഗിതത്തിന് ഈ പെൺകുട്ടികളെ വിനിയോഗിക്കുന്നത്. കേരളത്തെ ഇപ്പോൾ ബീഭത്സമായ വിധത്തിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയുടെ കണ്ണിയാണ് അക്ബർ അലി. ലഹരി മാഫിയയ്ക്ക് പണമുണ്ടാക്കാനുള്ള മറ്റൊരു മാർഗമായിട്ടാണ് ഇത്തരം അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ അക്ബർ അലിയുടെ ഹീനമായ ഇടപാടുകളെല്ലാം ഓൺലൈനും ആപ്പും മുഖേനയായിരുന്നു. ക്ലയന്റുകൾക്ക് പെൺകുട്ടികളുടെ ഫോട്ടോകൾ വാട്സാപ്പ് ചെയ്തു കൊടുത്തതിന് ശേഷമാണ് ഇയാൾ ഡീൽ ഉറപ്പിച്ചിരുന്നത്. ഇയാളുടെ നാട്ടുകാരും സുഹൃത്തുക്കളുമായ ഷെഫീഖ്, മൻസൂർ അലി എന്നിവർക്കും ഈ ഹീനമായ കൃത്യങ്ങളിൽ പങ്കുണ്ട് എന്നുള്ള തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലും ഇയാൾ പ്രതിയാണെന്ന വിവരവും പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പ്രണയക്കണികൾക്കും ലഹരിക്കണികൾക്കുമെതിരെ ചുരുക്കം ചില മാധ്യമങ്ങൾ അതിശക്തമായ മുന്നറിയിപ്പുകൾ തന്നിട്ട് ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും പലരും അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എറണാകുളത്തേക്ക് പഠനത്തിനും ജോലിക്കുമായി പെൺമക്കളെ പറഞ്ഞയച്ചിരിക്കുന്ന എല്ലാ പേരൻസിനും ഒരിക്കൽ കൂടി ഇതൊരു ജാഗ്രതാ നിർദ്ദേശമായി മാറുകയാണ്. വഴിയിൽ കാണുന്ന ഇത്തരക്കാരുമായി പരിചയമോ സൗഹൃദമോ ഒക്കെ സ്ഥാപിക്കുന്നതിന് മുൻപ് എല്ലാ പെൺകുട്ടികളും 100 അല്ല 1000 വട്ടം തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് കോഴിക്കോട് സരോവരം പാർക്കിൽ ഒരു ക്രൈസ്തവ പെൺകുട്ടിയെ ഇത്തരത്തിൽ പ്രണയക്കണിയിൽപ്പെടുത്തി ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് നശിപ്പിക്കാൻ ഒരുങ്ങിയ സംഭവത്തിന്റെ അതേ മാതൃക തന്നെയാണ് ഇവരിവിടെയും അവലംബിക്കുന്നത്. ഏതായാലും ദൈവത്തെ ഭയന്നും മനുഷ്യനെ ശങ്കിച്ചും മാതാപിതാക്കന്മാരോടുള്ള കടപ്പാടുകൾ ഓർത്ത് ഉത്തരവാദിത്വത്തോടും കൂടി ജീവിക്കുവാൻ ഈ തലമുറയിലെ പെൺകുട്ടികൾ സന്നദ്ധരാകണം. ഇത്തരത്തിലുള്ള 100 അനാശാസ്യ കേന്ദ്രങ്ങൾ എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് വസ്തുതാപരമാണ് എങ്കിൽ ഇത്തരത്തിലുള്ള 1000 അക്ബർ അലിമാർ ചൂണ്ടക്കുരുക്കുകളുമായി നിങ്ങളുടെ പാതയോരത്തുണ്ടാകും. കണ്ണു തുറന്ന് കാണുക, ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ വഴിത്താരകളിൽ ആകർഷകമായ പുഞ്ചിരികളുമായി നിൽക്കുന്നത് ചോര ഊറ്റി കുടിക്കുന്ന ഒരു ചെന്നായാണ് എന്ന് ബോധ്യപ്പെടാൻ ഈ മുന്നറിയിപ്പുകൾ പര്യാപ്തമാണ് എന്ന് തന്നെ കരുതുകയാണ്. അല്ല എങ്കിൽ പ്രിയ കവി ചുള്ളിക്കാട് പാടിയതുപോലെ പട്ടി നോക്കിയ പിണ്ടം പോലെ ഈ ജന്മം അങ്ങനെ പാഴായി പോകും. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനും അവർ മെച്ചപ്പെട്ട നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾക്കുമെതിരെ കഴിഞ്ഞ കുറെ നാളുകളായി ആസൂത്രിതമായ പല നീക്കങ്ങളും ഇവിടെ തകൃതിയായി നടമാടുകയാണ്. അധികാരത്തിൽ സ്വാധീനമുള്ള ചില അസ്വസ്ഥ മാനസരുടെ താല്പര്യങ്ങൾ പരിഗണിച്ചായിരിക്കണം ക്രൈസ്തവർ പരിശുദ്ധ ആരാധനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന വിശുദ്ധ ദിവസമായ ഞായറാഴ്ചകളെയും ദുഃഖ്റാന, നോമ്പാചരണം, ക്രിസ്തുമസ് തുടങ്ങിയ ക്രൈസ്തവരുടെ സവിശേഷമായ അനുഷ്ഠാനങ്ങൾ ഉള്ള ദിവസങ്ങളെ മനഃപൂർവ്വമായി പ്രവൃത്തി ദിവസങ്ങൾ ആക്കുന്നത് പോലെയുള്ള നീക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മതസമൂഹമായി തുടരുന്ന ക്രൈസ്തവരെ ക്രിസ്തു ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും കൃത്യമായി തന്നെ നിർവഹിച്ചുകൊണ്ടാണ് സഭ ജൈത്രയാത്ര തുടരുന്നത്. AD 52 എന്ന കാലഘട്ടം മുതൽ കേരളത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ പ്രേക്ഷിത പ്രവർത്തനങ്ങളും സമൂഹത്തിന്റെ സമഗ്രമായ ഉന്നമനം ലാക്കാക്കിക്കൊണ്ട് നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളും സമൂഹത്തിന്റെ മുക്തകണ്ഠമായ പ്രശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ 1-2 ദശകങ്ങളായി സഭ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സഭ വളർച്ചയും വികാസവും പ്രാപിക്കുന്ന ഘട്ടത്തിലെല്ലാം പ്രതിസന്ധികൾ സഭയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നു എന്നത് പച്ച പരമാർത്ഥമാണ്. പരിമിതമായ രീതിയിൽ തുടങ്ങി ദീർഘദർശികളായ പിതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളുടെയും അതിന്റെ പൂർത്തീകരണത്തിനായി അവർ സഹിച്ച ക്ലേശങ്ങളുടെയും പരിണത ഫലമായി ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസൃതമായി തികഞ്ഞ അച്ചടക്കത്തോടും മാന്യതയോടും കൂടെ പ്രവർത്തിച്ച ക്രൈസ്തവ സ്ഥാപനങ്ങൾ സമൂഹത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ ആർക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ്. ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും മതപരമായ അജണ്ടകൾ മാത്രം തിന്നും കുടിച്ചും ജീവിക്കുന്ന ചിലർക്ക് ആ നേട്ടങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഉണ്ടായ അസഹിഷ്ണുതയിൽ അധിഷ്ഠിതമായ വികാര പാരവശ്യങ്ങളുടെ പരിണതഫലമായി ഒളിഞ്ഞും തെളിഞ്ഞും സഭയ്ക്കും സഭയുടെ സ്ഥാപനങ്ങൾക്കുമെതിരെ നാളുകളായി അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്, മറക്കരുത്. സഭയെ ശിഥിലമാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ നിർത്തി ചെയ്യാൻ കഴിയുന്നതെല്ലാം ഇത്തരക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ക്രയശേഷി കൊണ്ട് തോൽപ്പിക്കാൻ ആകാത്തവനെ കൂവി തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന അസ്വസ്ഥ മാനസന്മാരുടെ അവസാനത്തെ ആയുധമായ പരദൂഷണം കൊണ്ട് സഭയെയും സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളെയും നവമാധ്യമങ്ങളെയും
സിനിമയെയും നാടകങ്ങളെയും ആയുധമാക്കി സഭയ്ക്കും നേതൃത്വത്തിനുമെതിരെ തീർത്തും വസ്തുതാ വിരുദ്ധമായ കപട സത്യങ്ങൾ പ്രചരിപ്പിക്കുകയും സഭാ നേതൃത്വത്തെയും അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ദൈവജനത്തെ ഒന്നടങ്കം ചെറുതാക്കാനും ആക്ഷേപിക്കുവാനുമുള്ള പരിശ്രമങ്ങൾ പല കോണിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെ ആസൂത്രിതമായ അജണ്ടകളുടെ പ്ലാക്കാർഡുകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് സമരങ്ങളും പ്രതിഷേധങ്ങളും ശക്തമാക്കുകയാണ് ഈ കൂട്ടർ. ഉളുപ്പ് ലെവലേശമില്ലാതെ ക്രൈസ്തവ സമൂഹത്തിന്റെ സ്നേഹത്തെയും സഹിഷ്ണുതകളെയും മുതലെടുത്തുകൊണ്ട് ചിലർ നടത്തുന്ന നിഗൂഢമായ അധിനിവേശ ശ്രമങ്ങളും ഇപ്പോൾ അതിശക്തമായിരിക്കുകയാണ്. ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ നടമാടുമ്പോൾ സൗകര്യപൂർവ്വം കണ്ണടയ്ക്കുന്ന അതേ വിഷയങ്ങൾ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ സംഭവിച്ചാൽ ചന്ദ്രഹാസമിളക്കിക്കൊണ്ട് സമരങ്ങളും പ്രതിഷേധങ്ങളും കോലാഹലങ്ങളുമായി സ്ഥാപനങ്ങൾ തകർക്കാൻ ഒരമ്പെടുന്നതും ഇവരുടെ ഒരു രീതിയാണ്. ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സമൂഹത്തിന്റെ വിവിധ പശ്ചാത്തലങ്ങളിലുള്ള യുവതി യുവാക്കന്മാർക്ക് മികച്ച അക്കാദമിക പരിശീലനങ്ങൾ നൽകുവാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ലഭ്യമാക്കാൻ പോകുന്ന ആരോഗ്യ കേന്ദ്രങ്ങളും മറ്റ് ഇതര സ്ഥാപനങ്ങളും സഭയ്ക്കുണ്ട്. യോഗ്യതയുള്ള നാനാജാതി മതസ്ഥരായ ഉദ്യോഗാർത്ഥികൾ അവിടെ എല്ലാം പണിയെടുക്കുന്നുണ്ട്. കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ട് വിദ്യാഭ്യാസ നിലവാരവും ആരോഗ്യ നിലവാരവും ഉയർത്താൻ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്, നേട്ടമാണത്. ഇത്തരത്തിൽ അംഗനവാടികൾ മുതൽ സ്കൂളുകളും കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും സാങ്കേതിക തൊഴിൽ പരിശീലന സ്ഥാപനങ്ങളും മാനേജ്മെന്റ് പഠന കേന്ദ്രങ്ങളും നഴ്സിംഗ് കോളേജുകളും അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും സന്നദ്ധ സംഘടനകളും മേഴ്സി ഹോമുകളും റീഹാബിലിറ്റേഷൻ സെന്ററുകളും അഗതി മന്ദിരങ്ങളും വയോജന സംരക്ഷണ കേന്ദ്രങ്ങളും ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കുമുള്ള ശാക്തീകരണ കേന്ദ്രങ്ങളും മീഡിയ ട്രെയിനിങ്ങും ഇങ്ങനെ മെച്ചപ്പെട്ടതും പുരോഗമനോത്മകവുമായ ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ടാണ് സഭയുടെ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത്. നിഷ്പക്ഷമായി പറഞ്ഞാൽ സർക്കാരിൻ്റെയോ മറ്റേത് സ്ഥാപനങ്ങളുടെയോ സേവനങ്ങളെക്കാൾ എല്ലാ അർത്ഥത്തിലും ഒരുപാട് മുന്നിൽ തന്നെയാണ് ഈ ക്രൈസ്തവ സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന സേവനങ്ങൾ. തുറന്ന മനസ്സോടെ അത് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ക്രൈസ്തവ സംരംഭങ്ങളെ ശ്ലാഘിക്കാതിരിക്കാൻ കഴിയില്ല. എന്നിട്ടും തുടരുന്ന നിഗൂഢമായ പ്രതിലോമ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായിട്ടാണ് കത്തോലിക്ക സഭയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. KCBC ജാഗ്രതാ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ ഇക്കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിരിക്കുകയാണ്. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും വിധത്തിൽ ബന്ധിപ്പിക്കാവുന്നതോ ആയ അനിഷ്ട സംഭവങ്ങൾ വലിയ വിവാദങ്ങളായി മാറുകയും സ്ഥാപനങ്ങൾക്കും ക്രൈസ്തവ സമൂഹത്തിനും സഭയ്ക്കുമെതിരായ ആശയ പ്രചാരണങ്ങൾക്ക് വേദി ഒരുക്കപ്പെടുകയും ചെയ്യുന്ന പതിവ് അടുത്ത കാലത്ത് തുടരുകയാണെന്നും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയ കാരണത്താലുള്ള ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ആത്മഹത്യകൾ, ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇതെല്ലാം നടക്കുന്നത് ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ടവയാണ് എങ്കിൽ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ വലിയ വിവാദങ്ങളായി മാറുകയും വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്യുന്നുണ്ട് എന്നതും, ഇത്തരത്തിൽ ഉളവാകുന്ന വിവാദങ്ങൾക്ക് അനുബന്ധമായി ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള നൂറുകണക്കിന് മറ്റ് സ്ഥാപനങ്ങളെയും വൈദികരെയും സന്യസ്തരെയും മോശമായി ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള കാമ്പയിനിങ്ങുകളെ നിശിതമായി തുറന്നു കാണിക്കുന്നതായിരുന്നു സഭ പുറത്തിറക്കിയ ഈ പ്രസ്താവന. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ 2022 ശ്രദ്ധ സതീഷ് എന്ന വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് കോളേജിലെ ചില വിദ്യാർത്ഥി സംഘടനകളും അവസരം കാത്തിരുന്ന പോലെ അവർക്കൊപ്പം കൂടിയ കാഞ്ഞിരപ്പള്ളിയിലെ മതരാഷ്ട്രീയ സംഘടനകളും അമൽ ജ്യോതി കോളേജിന്റെ മുന്നിൽ നടത്തിയത് അതിശക്തമായ പ്രതിഷേധങ്ങളും അക്രമങ്ങളുമായിരുന്നു. ഏതാനും ആഴ്ചകൾക്കപ്പുറത്ത് പാലക്കാട് ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിനി മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അവിടെയും ഉണ്ടായത് അതിശക്തമായ പ്രതിഷേധങ്ങളും അക്രമങ്ങളുമാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവും നഗരസഭാ അംഗവുമായ KV ശശികുമാർ മലപ്പുറത്തെ സെന്റ് ജമ്മാ സ്കൂളിലെ അധ്യാപകനായിരുന്നു. കൊച്ചു പെൺകുട്ടികളെ കാണുമ്പോൾ അയാൾക്കുണ്ടായിരുന്ന അസ്കൃതകളെ കുറിച്ച് ചില പൂർവ്വ വിദ്യാർത്ഥികൾ പരാതി കൊടുത്തതിന്റെ പേരിൽ ചില വിദ്യാർത്ഥി സംഘടനകളും മതസംഘടനകളും ചേർന്ന്
സെയിന്റ് ജമ്മ സ്കൂളിന്റെ കവാടത്തിൽ നടത്തിയത് വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളുമായിരുന്നു. എന്നാൽ ഇവർക്കാർക്കും അന്ന് ശശികുമാർ ഇരുന്നിരുന്ന പാർട്ടി ഓഫീസിലേക്കോ നഗരസഭയിലേക്കോ മാർച്ച് നടത്താനോ പ്രതിഷേധിക്കാനോ താല്പര്യമോ ധൈര്യമോ ഉണ്ടായില്ല എന്നതാണ് ഏറെ കൗതുകകരമായി തീർന്നത്. കാഞ്ഞങ്ങാട് ലിറ്റിൽ ഫ്ലവർ സ്കൂള്, കോതമംഗലം സെയിന്റ് ജോസഫ് സ്കൂള് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയും താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിക്കുമെതിരെയും മൂവാറ്റുപുഴ നിർമ്മല കോളേജിനെതിരെയും ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ടായത് അതിശക്തമായ നീക്കങ്ങളായിരുന്നു. കൂടാതെ രാജഗിരി ഹോസ്പിറ്റൽ, കോട്ടയം കാരിസ്താസ് ഹോസ്പിറ്റൽ, പാലാ മാർസ്ലീവ മെഡിസിറ്റി തുടങ്ങിയ ആശുപത്രികൾക്കെതിരെയും പലതരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങളും ചില സംഘടനകളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളും അതിശക്തമായിരുന്നു. ഇത്തരത്തിൽ ക്രൈസ്തവ സഭയുടെ അഭിമാനകരമായ സ്കൂളുകൾക്കും കോളേജുകൾക്കുമെതിരെ നിരന്തരമായ അധിനിവേശങ്ങൾ തുടരുകയാണ്. അതുമാത്രമല്ല, ചില മതപരമായ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങളും ഇവിടെ തെളിഞ്ഞു കാണാവുന്നതാണ്. കോതമംഗലം സെയിന്റ് ജോസഫ് സ്കൂളിലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും നടന്നത് അതുതന്നെയാണ്. ഇത്തരത്തിലുള്ള മാരകമായ മെക്കിട്ടുകയറ്റങ്ങളുടെ ആന്തരിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ടായിരുന്നു ഷെക്കേന ചർച്ചയിൽ മാധ്യമപ്രവർത്തകനായ ജോൺസൺ കൊച്ചുപറമ്പൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കൃത്യമായി ഈ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്ത് സമൂഹത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതൊരു വസ്തുതയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ, ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് പ്രസക്തിയില്ലേ? ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അരമനയെയും സന്യാസ സമൂഹങ്ങളെയും ഇടവക പള്ളികളെയും ഒക്കെ കേന്ദ്രീകരിച്ച് വോട്ട് ചോദിക്കുകയും അവൻ ക്രൈസ്തവനാണെന്ന് വളരെ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് കയറി ചെല്ലുകയും കൈമുത്തുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാര് ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ എവിടെയാ ജോർജി? പൊതുപ്രവർത്തകന് ഒരു കടമയില്ലേ? യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഒരു സ്ഥാപനത്തിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടുക. ഒരു സംഭവം ഉണ്ടായാൽ അതിന്റെ നിജസ്ഥിതി പഠിക്കട്ടെ. നിജസ്ഥിതിയിൽ അവിടുത്തെ അധ്യാപകരോ ജീവനക്കാരോ മാനേജ്മെന്റോ കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, ഒരു തെറ്റുമില്ല. കാരണം പോലും അറിയാതെ സ്ഥാപനത്തെ തകർക്കാനായിട്ട് ഒരു വലിയ അജണ്ടയോടുകൂടി ഒരു വിഭാഗം വരുമ്പോൾ അത് തെറ്റാണ്, നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല, ഈ സ്ഥാപന മാനേജ്മെന്റിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ നടപടി എടുക്കുമെന്ന് പറയാൻ അവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടാവുന്നുണ്ട്. ഇവിടെ മലീമസമായിരിക്കുന്ന വർഗീയ പ്രീണനമുള്ള രാഷ്ട്രീയം തന്നെയാണ് ഒന്നാം പ്രതി. എന്നാൽ ഇതിന്റെയൊക്കെ നേർ വിപരീതമായി ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ ഇതിനേക്കാൾ ഗുരുതരമായ അനിഷ്ട സംഭവങ്ങൾ നടമാടിയിട്ടും പ്രതിഷേധിക്കാനോ കൊടിയും വായ്ത്താരികളുമായി രംഗത്തിറങ്ങാനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും രംഗത്ത് വന്നില്ല. അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ബാലരാമപുരത്തിനടുത്ത് ഇസ്ലാമിക മതപഠന കേന്ദ്രത്തിൽ അസ്മിയ എന്ന 17-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ അസ്മിയയുടെ മരണത്തിലെ ദുരൂഹതകൾ നീക്കണമെന്ന് പറഞ്ഞ് ആ സ്ഥാപനത്തിന്റെ മുന്നിലേക്ക് കൊടിയും വടിയുമായി ഇറങ്ങാൻ ഒരു മനുഷ്യനും ഉണ്ടായില്ല. തിരുവനന്തപുരത്ത് തന്നെ ശ്രീചിത്ര പവർ ഹോമിലെ 3 പെൺകുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചതായുള്ള വാർത്ത ജൂലൈ 14-നാണ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അതൊരു വിഷയമേ അല്ല എന്ന നിലയിലായിരുന്നു ധാർമ്മികതയുടെ മൊത്തക്കച്ചവടക്കാരായ കപട രാഷ്ട്രീയക്കാർക്കും അരാജകവാദികളായ മതസമൂഹത്തിനും തോന്നിയത്. കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ കോതമംഗലം സ്വദേശിനിയായ യുവതി ആത്മഹത്യ ചെയ്തതിന് കാരണം മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള പീഡനമാണെന്നും സമാനമായ പീഡന പരാതികൾ പലരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും അത് ഏറ്റെടുത്ത് പ്രതിഷേധിക്കാനോ സമരം ചെയ്യാനോ ഒരു മനുഷ്യനും ഉണ്ടായില്ല. എന്തിനധികം പറയുന്നു, ആശുപത്രിയുടെ പേര് പോലും പുറത്ത് ആരും അറിഞ്ഞില്ല. തൊടുപുഴ അല്ലസർ എഞ്ചിനീയറിംഗ് കോളേജിൽ അരുൺ രാജ് എന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഒതുക്കി തീർക്കാനായിരുന്നു ശ്രമം. ചാലക്കുടിയിലെ 15-കാരിയായ പെൺകുട്ടിയും തിരുവനന്തപുരം സ്വദേശിനിയായ പോളിടെക്നിക് വിദ്യാർത്ഥിയും എറണാകുളത്ത് പാരാമെഡിക്കൽ 1-ാം വർഷ വിദ്യാർത്ഥിനിയും ഹരിപ്പാട് 5-ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിയും ഇടുക്കി കുളത്തിൻമേടിലെ 17 വയസ്സുകാരനും ശാന്തിവിളയിൽ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയും ഏറ്റവും ഒടുവിൽ ജവാഹർ നവോദയ വിദ്യാലയത്തിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന 15-കാരിയുടെ അടക്കം നാളെയുടെ പ്രതീക്ഷകളായ അനവധി വിദ്യാർത്ഥികളാണ് കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ അടുത്ത ചില ദിവസങ്ങളിലായി ആത്മഹത്യ ചെയ്തത്. ഇത്തരത്തിൽ ക്രൈസ്തവ സഭയുടെ സ്ഥാപനങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആകുന്നത്ര ഉച്ചത്തിൽ കരഞ്ഞ് എക്കോസിസ്റ്റം ഉണ്ടാക്കി നാടിളക്കുകയും മറ്റു സമുദായങ്ങളിലോ പ്രസ്ഥാനങ്ങളിലോ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആകുന്നത്ര നിശബ്ദത പാലിച്ച് പരമാവധി സംയമനം കാട്ടി അത് ഒതുക്കി തീർക്കാനുള്ള കഠിന ശ്രമങ്ങളുമാണ് ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ക്രൈസ്തവേതര സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്ന അസുഖകരമായ സംഭവങ്ങൾ രഹസ്യമായി നിലനിർത്തുന്നതോടൊപ്പം
ക്രൈസ്തവ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് വലിയ വിവാദമാക്കി മാറ്റാൻ വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെക്കുന്ന ചില തൽപര കക്ഷികളും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു മാധ്യമ സിൻഡിക്കേറ്റും കൂടി ഇവിടെ അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. ഇത്തരം ചേഷ്ടകൾക്ക് അവരെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഫാദർ റോബിൻ വടക്കേക്കുറ്റ് ഷെക്കേന ന്യൂസിന്റെ വളച്ചുകെട്ടാതെ എന്ന പരിപാടിയിൽ പറഞ്ഞത് കേൾക്കുക. ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ വളർച്ച അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സോക്കോൾഡ് സാംസ്കാരിക കേരളം എന്ന് വെച്ചാൽ അത് സാംസ്കാരിക കേരളത്തിന്റെ അവകാശങ്ങൾ വരുന്നതല്ല, പക്ഷേ ഈ സോക്കോൾഡ് സാംസ്കാരിക നായകന്മാരും സോക്കോൾഡ് സാംസ്കാരിക കേരളവും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് ക്രൈസ്തവ സഭ ഈ നാടിന് കൊടുത്ത സംഭാവനകളും ക്രൈസ്തവ സഭ ഈ നാടിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മേഖലകളും അത് ഈ ചരിത്രത്തിന്റെ ഭാഗമല്ലാതെയാക്കുകയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതൊന്നും സേവനമല്ലെന്നും നമ്മളൊക്കെ വെറും ബിസിനസ്സുകാരായിട്ട് മാത്രം ഇവരെ നമ്മളെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ തന്ത്രപരമായി ഒരുക്കുന്ന കെണികളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിദ്യാലയത്തിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ക്രൈസ്തവ ആശുപത്രിയിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രൈസ്തവ സ്ഥാപനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭയങ്കര സംഭവമാക്കി അങ്ങോട്ട് മാറ്റുന്നു. ചാനലുകളിൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചർച്ച വെക്കുന്നു, സ്പെഷ്യൽ പ്രോഗ്രാമുകൾ വെക്കുന്നു, പത്രങ്ങൾ കോളങ്ങൾ ഇതിനുവേണ്ടി തന്നെ മാറ്റിയിടുന്നു. എന്നാൽ ഈ സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ നന്മകൾ, വലിയ ആ ഒരു സേവനങ്ങൾ, ഇതൊന്നും ഒരിക്കൽ പോലും ആ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആണ് ശരിക്കും പറഞ്ഞ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വളരെ വൈകൃതമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകാൻ എത്തിക്കുക. അത് സാംസ്കാരിക നായകന്മാർ അതിന്റെ മുൻനിരയിലുണ്ട്, രാഷ്ട്രീയക്കാർ അതിന്റെ മുമ്പിലുണ്ട്, ഫിലിം ലോബികൾ അതിന്റെ മുമ്പിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നു എന്ന് നമ്മൾ കരുതുന്ന ഒരുപാട് ആളുകൾ ഇതിന്റെ എല്ലാം പിറകിലുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. അതായത് എങ്ങനെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഇടിച്ചു താത്തുക, ക്രൈസ്തവ പുരോഹിതന്മാരെയും സമർപ്പിതരെയും ക്രൈസ്തവ സ്ഥാപനങ്ങളെയും ഒക്കെ ബിസിനസ് ആക്കി മാറ്റുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ മറ്റു പലരെയും ഇതിന് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഈ വിഷയം ഷെക്കേന TV ചർച്ചയ്ക്കെടുത്തപ്പോൾ ഉരുത്തിരിഞ്ഞത് അങ്ങേയറ്റം സ്ഫോടനാത്മകമായ വിഷയങ്ങളായിരുന്നു. റോബിനച്ചൻ പരാമർശിച്ച ഇതേ വിഷയത്തെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സ്കോട്സ് ലീബ പുളിമൂടൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ക്രിസ്ത്യാനികളുടെ പ്രസ്ഥാനങ്ങളുടെ മേല് കടന്നു വന്നുകൊണ്ട് അവർ അത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം കൊണ്ട് ലക്ഷ്യമാക്കുക, ഞങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായ നിലപാടുകൾ, വ്യത്യസ്തമായ സമീപനങ്ങൾ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും അവർ ഇത്തരം കാര്യങ്ങൾ പിന്തുടരുന്നു എന്ന് കാണുമ്പോൾ ക്രൈസ്തവ മേഖലകൾ അല്ലെ ക്രൈസ്തവര് ഇന്ന് വളരെ വ്യക്തമായ മേൽക്കോയ്മ നേടിയിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെയോ അല്ലെങ്കിൽ അവരവരുടെ തന്നെയായ പ്രശ്നങ്ങളൊന്നും തന്നെ പർവ്വതീകരിക്കാതെ ചാനലുകളിലൂടെയും മറ്റ് നവമാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അവർ ലക്ഷ്യം വെക്കുക ക്രൈസ്തവ സമൂഹത്തെ തകർക്കുക എന്നുള്ളതാണ്. ആ ക്രൈസ്തവ സമൂഹത്തെ തകർക്കാനുള്ള ശ്രമത്തെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കാണുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതേ മതവിശ്വാസ ക്രൈസ്തവ സമൂഹം തന്നെ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ സംഘടിതമാണെന്നും അത് ബോധപൂർവമാണെന്നും അതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് പറയുന്നവര് മതവർഗീയവാദികളും പറയുന്നവര് മതേതരത്തിനെതിരായി ചിത്രീകരിക്കുന്ന വിധത്തിലേക്ക് ക്രിസ്ത്യാനികളുടെ പോലും പൊതുബോധം നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങളും ചാനൽ മാധ്യമങ്ങളും ഇടപെടുന്നുണ്ട് എന്നുള്ള സത്യമാണ്. ഇവർ ലക്ഷ്യം വെക്കുക ക്രൈസ്തവ സമൂഹത്തെ തകർക്കുക എന്നുള്ളതാണ്. പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടല്ലോ, പല ജിഹാദുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ പറയുന്നവരൊക്കെ വർഗീയവാദികളും മതേതര കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മുഖം നഷ്ടപ്പെടുത്തി കളയുന്നവരാണ് എന്നുള്ള രീതിയിലേക്ക് പൊതുബോധത്തെ സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും. ഇവിടുത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ മേഖലയിലുള്ള നേതാക്കന്മാര്, ഇവിടുത്തെ ഭരണകേന്ദ്രങ്ങൾ, അത് പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷമായിക്കോട്ടെ, അവരെല്ലാം ഇതിന് ഒത്താശ ചെയ്തുകൊണ്ട് നമ്മളുടെയൊക്കെ ബോധപൂർവം തകർക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. തകർക്കുക എന്നുള്ളത് അവര് സ്ലോ പോയിസൺ പോലെ അവർ കടന്നു വന്ന് ഇത് തകർത്തെറിയാനായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. കുറെ വർഷങ്ങൾ പുറകോട്ടിറങ്ങി ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വിലയിരുത്തിയാൽ ഇപ്പോൾ ക്രൈസ്തവ സഭയ്ക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നടക്കുന്ന നീക്കങ്ങളെല്ലാം തികച്ചും ആസൂത്രിതമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില സാമുദായിക സംഘടനകളും അവരുടെ രാഷ്ട്രീയ മുഖങ്ങളുമെല്ലാം
ക്രൈസ്തവ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് ഒരു പരിധി നിർണയിച്ചിരിക്കുകയാണിവിടെ. പരിധിക്കപ്പുറത്തേക്ക് ക്രൈസ്തവ സമൂഹം എത്തിപ്പെട്ടാൽ അത് അവർക്കുണ്ടാകുന്ന ക്ഷീണങ്ങൾ ഓർത്ത് ആയിരിക്കണം ഇത്തരത്തിലുള്ള ധിക്കാരപരമായ തള്ളിക്കയറ്റങ്ങളുമായി അവർ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ഗേറ്റ് തള്ളി തുറന്ന് ഗോഗോ വിളികളുമായി ആക്രോശിച്ചുകൊണ്ട് എത്തുന്നത്. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഇടതരും വലതരും ഭരിക്കുന്ന കാലത്തോളം ഈ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരു നിവർത്തിയുമില്ല. അതേക്കുറിച്ച് ഷെക്കേര ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത സാമൂഹ്യ നിരീക്ഷകൻ അമൽ സിറിയക്ക് നടത്തിയ നിരീക്ഷണങ്ങൾ കൂടി കേൾക്കുക. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ ഒരു വിഷയം വന്നാൽ പോലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഈ സമുദായ അംഗങ്ങളിൽ നിന്ന് പോലും നല്ലൊരു പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തെറ്റായ ഒരു കാര്യമാണ് വരികയാണെങ്കിൽ, അവർക്കെതിരെ ഒരു പ്രചരണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സത്യാവസ്ഥ എന്നാ തുറന്നു കാണിക്കാനായിട്ടും സധൈര്യം മുന്നോട്ട് വരാനായിട്ടും ആ സ്ഥാപനത്തിലെ തന്നെ ആ ഒരു സമുദായ അംഗങ്ങളാകട്ടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ സംഘടനകൾ കാണുമല്ലോ, ഈ ഓരോ അധ്യാപക സംഘടനകൾ കാണും, ആ സംഘടനകൾക്ക് പോലും മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മുടെ പല സ്ഥാപനങ്ങളിലും ഇപ്പൊ KCYM ആകട്ടെ KCSL ആകട്ടെ പല സംഘടനകളിലെ നേതാക്കള് നമ്മുടെ സ്ഥാപനങ്ങളിൽ എത്താറുണ്ട്. അതായത് സംഘടനാ കാലഘട്ടങ്ങളിൽ അവിടെ കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും അങ്ങനെ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെ അവരെ അവിടെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷവും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അങ്ങനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ പോലും പലപ്പോഴും എത്രത്തോളം ഇത്തരത്തിലുള്ള ഈ സ്ഥാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സമുദായത്തിനെതിരെ വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട്, അതിനുവേണ്ടി സംസാരിക്കുന്നുണ്ടെന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആദ്യം സംസാരിച്ച് പിന്നീട് ജോലി കിട്ടിയതിനു ശേഷം നിശബ്ദമാകുന്ന ഒരു തലത്തിലേക്ക് പല അംഗങ്ങളും മാറുന്നുണ്ടോ എന്നുള്ളതും നമ്മളിവിടെ ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും സഭാ സംഘടനകളുടെ പല നിശബ്ദതകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതായത് സഭയ്ക്കെതിരെ അല്ലെങ്കിൽ സഭാ സ്ഥാപനത്തിനെതിരെ വരുന്ന കാര്യങ്ങളിൽ കൃത്യവും വ്യക്തവുമായിട്ട് നമ്മൾ അവിടെ സ്റ്റേറ്റ്മെന്റുകൾ നൽകുക എന്നുള്ളത് ഒരു സംഘടനയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. സംഘടനകൾ തങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, തങ്ങളുടെ ഇടവകകളിൽ മാത്രമോ ഫോറമുകളിൽ മാത്രമോ രൂപതകളിൽ മാത്രമോ ഒതുങ്ങേണ്ടവരല്ല. ഈ ഇത്തരത്തിലുള്ള ഈ രൂപതകൾക്ക് അതീതമായിട്ടുള്ള രൂപതകളിൽ വരുന്ന പ്രശ്നത്തിന്റെ ഒരു സത്യാവസ്ഥ പൊതുസമൂഹത്തിലേക്ക് തുറന്നു തരാൻ ഉത്തരവാദിത്വം ഓരോ സംഘടനാ നേതൃത്വത്തിനും ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കി ഉണർന്നു വരണം. അങ്ങനെ വന്നുകൊണ്ട് ഈ സംഘടനാ നേതൃത്വം കൃത്യമായും രാഷ്ട്രീയ നേതാക്കളെ കാണുകയും രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും വരുന്ന ആളുകളെ സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും മാത്രവുമല്ല ഈ ജനപ്രതിനിധികളെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തങ്ങളോടൊപ്പം നിർത്താനായിട്ടുള്ള ശ്രമം, ഈ സഭാ സ്ഥാപനങ്ങളോടൊപ്പം നിർത്താനായിട്ടും സഭയോടൊപ്പം നിർത്താണ്ടുമുള്ള ഒരു ശ്രമവും കൂടെ ഈ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ബലമായിരിക്കും വരും കാലഘട്ടങ്ങളിൽ. ഇതാണ് യാഥാർത്ഥ്യം. ക്രൈസ്തവ സഭയിലെ പൂർവ്വപിതാക്കന്മാരുടെ കാലങ്ങൾ നീണ്ട കഷ്ടപ്പാടുകളുടെയും അത്യധ്വാനത്തിന്റെയും പരിണിതഫലമായി പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ ദുഷ്പ്രചാരണങ്ങൾ നടത്തുന്നതിനും പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്നതിനുമുള്ള ഇത്തരം ആസൂത്രിത നീക്കങ്ങൾ പച്ച പരമാർത്ഥമാണ്. ഇതൊക്കെ മുൻകാല അനുഭവങ്ങളെക്കാൾ കഠിനമാണ് എന്ന കാര്യം സുവ്യക്തമാണ്. എന്നാൽ ഒരു പ്രതിസന്ധിയിലും പതറിയതല്ല സഭയുടെ ചരിത്രം. സാഹചര്യങ്ങൾ മുതലെടുത്ത് വീണ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സഭയെ ഇകഴ്ത്തുവാനുള്ള ഇത്തരം നീക്കത്തിന്റെ പിന്നിൽ വമ്പൻ കോക്കസുകൾ തന്നെയുണ്ടാകാം. എന്നാൽ വരും തലമുറകൾക്ക് വേണ്ടി അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോയേ തീരൂ. സഭ അതുതന്നെയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആരൊക്കെ മുന്നിൽ വന്ന് എതിരു നിന്നാലും. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.